നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെട്ട് പിതൃതർപ്പണം നടത്തിയ കൊല്ലം തിരുമുല്ലാവാരം ക്ഷേത്രത്തിലെ വലിയ അനാസ്ഥയുടെ ഭാഗമായിട്ട് പിതൃതർപ്പണത്തിന് വന്ന പല ഭക്തരും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ട ഗതികേട് വന്നു. അതിന് കാരണക്കാരായത് ദേവസ്വം ബോർഡ് ആൾക്കാരും അവിടുത്തെ ഭരണസമിതിയും ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും ഒക്കെയാണ്. സർക്കാർ, പച്ചയ്ക്ക് പറഞ്ഞാൽ ഇടതുപക്ഷ സർക്കാർ തന്നെ, അവരാണ് കാരണക്കാർ. സേവാഭാരതിയും മറ്റ് സംഘടനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് തടസ്സം ഏർപ്പെടുത്തിക്കൊണ്ട് സർക്കാർ എന്തോ അങ്ങ് ഒറ്റയ്ക്ക് ചെയ്ത് കളയാമെന്നുള്ള ലാഘവത്തോടു കൂടി ചെയ്തിട്ട് ഒന്നാലോചിച്ച് നോക്കണം. കർമ്മം ചെയ്യാൻ അവർക്ക് വേണ്ട പൂവും നെല്ലും എള്ളും ഒക്കെ ചോദിച്ചപ്പോൾ അടുത്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ പിണ്ടത്തിൽ നിന്നെടുത്ത് വെച്ച് കർമ്മം ചെയ്യാൻ പറഞ്ഞ കുറച്ച് ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് അതിന് അത്രയ്ക്കുള്ള വിവരമുള്ളവന്മാരെയൊക്കെ പിടിച്ച് അത്തരത്തിൽ വിവരമുള്ളവന്മാരെയൊക്കെ പിടിച്ച് ഈ സ്ഥാനത്തിരുത്തി കഴിഞ്ഞാൽ അവരിതല്ലാതെ പിന്നെ എന്താ പറയണ്ടേ? ഒന്നാലോചിച്ച് നോക്ക്. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഈ ഓരോ പ്രാവശ്യവും ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഈ വിവരം കെട്ട ഇവന്മാരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഇതുപോലുള്ള അവസ്ഥകൾ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇലക്ഷൻ വരുമ്പോൾ പരമാവധി ഇങ്ങനെയുള്ള വായി നോക്കികളെ മനസ്സിലാക്കി, ഇനിയെങ്കിലും മനസ്സിലാക്കി നമ്മൾ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്താൽ മാത്രം പോരാ, നമ്മളെ കൊണ്ട് മാക്സിമം നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ അത് പുറത്ത് പറഞ്ഞുകൊണ്ട് ഇവരുടെ കള്ളത്തരങ്ങളും ഇവരുടെ ഈ മാതിരിയുള്ള തെമ്മാടിത്തരങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾക്കൊക്കെ നമ്മളെ കൊണ്ട് ആരോടൊക്കെ പറയാൻ പറ്റും അവരോടൊക്കെ സംസാരിച്ച് ഇലക്ഷന് ഇങ്ങനെയുള്ള ഈ ഇവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റിയ ഏക മരുന്നാണ് ഇലക്ഷൻ. അന്നേരം അത് പ്രതികരിച്ച് ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്താൽ, ഇലക്ഷനൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ, ഇലക്ഷൻ വരുമ്പോഴാണ് 5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഇലക്ഷൻ വരുന്നത്. അന്നേരം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇങ്ങനെയുള്ള ശല്യങ്ങൾ ഉണ്ടാകത്തില്ല. ഭക്തരിപ്പോൾ വിഷമിച്ച് പോയ അവസ്ഥ ഒരിക്കലും ഉണ്ടാകത്തില്ല. തിരുവല്ലാവാരത്തുണ്ടായ സംഭവം ഇന്നത്തെ എല്ലാ ചാനലുകളിലും, കേരളത്തിലെ എല്ലാ ചാനലുകളിലും വന്നു കഴിഞ്ഞ് അതിൻ്റെ ചർച്ചകളൊക്കെ ഇന്ന് അന്ത്യചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇനിയുള്ള ഇങ്ങനെ ഇത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. പരമാവധി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ പോകാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ വീടിന് അടുത്തൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ, കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്തായാലും നമുക്ക് പ്രതികരിക്കാൻ അവസരങ്ങൾ വരും, അത് വിനിയോഗിക്കണം. വിനിയോഗിച്ചാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാക്സിമം ഇത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാര്യത്തെക്കുറിച്ച് ഇത് സീരിയസ് ആയിട്ട് എടുക്കുക. നമ്മളിതൊക്കെ ഇപ്പോൾ വാവിന് ഉണ്ടായ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ കോട്ടം നോക്കുക, അങ്ങനെയല്ല. ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ കാര്യമായിട്ട് ആരും എടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സങ്കടം പറഞ്ഞിട്ട് അടുത്ത ദിവസം അടുത്ത പ്രശ്നം തന്നെ പുറകെ പോവുകയാണ്. ഇപ്പോൾ ശബരിമല വിഷയം പോലെ, പിതൃതർപ്പണം പോലെ ഇങ്ങനെ നിരവധി ഉത്സവങ്ങളൊക്കെ കണ്ടില്ല. ഉത്സവങ്ങളൊക്കെ ഇപ്പം രാത്രി 10 മണിക്ക് തന്നെ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ, അതൊരു പ്രത്യേക ഒരു എന്താ പറയണ്ടേ, ഒരു എന്താ മതം തന്നെ പറയാം. ഹിന്ദുക്കൾക്ക് മാത്രം പ്രശ്നമാകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആചാരങ്ങളിൽ മാത്രം ഇങ്ങനെ കൈ കടത്തുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അത് മനസ്സിലാക്കി നിങ്ങൾ വോട്ട് ചെയ്യുക, പ്രതികരിക്കുക. ഓക്കെ, ജയ് ഹിന്ദ്.